ബജറ്റ് അവതരണം പൂർത്തിയായിരിക്കുകയാണ്. അമേരിക്കയെ വിമർശിച്ചുകൊണ്ട് ബജറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നു. പ്രതീക്ഷിച്ചതുപോലെയുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സമ്പൂർണ്ണ ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ക്ഷേമ പെൻഷൻ കൂട്ടുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല. ക്ഷേമ പെൻഷൻ 3 മാസത്തെ കുടിശ്ശികയാണ്. കുടിശ്ശിക തീർക്കാനുള്ള നടപടികൾ ഉണ്ടാകും. അധികം വൈകാതെ തന്നെ കുടിശ്ശിക കൊടുത്തു തീർക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ചില നികുതികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വാഹന നികുതി പുനഃക്രമീകരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭൂനികുതിയിലും വർധനവുണ്ട് എന്ന് തന്നെയാണ്. കോർട്ട് ഫീ, അതായത് കോടതി വ്യവഹാരങ്ങൾക്ക് ചെലവേറുമെന്ന് തന്നെയാണ്. 50% വർധനവ് അവിടെയും ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ നികുതികളിൽ വർധനവ് വരുത്തിക്കൊണ്ട് വരുമാനം ലക്ഷ്യം വെക്കുന്ന ബജറ്റ് തന്നെയാണ്. ചില സുപ്രധാനമായ മറ്റ് പ്രഖ്യാപനങ്ങളുണ്ട്. വിഴിഞ്ഞത്തിനടക്കം പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് പുനരധിവാസത്തിനുമുണ്ട്. നീക്കിവെപ്പ് സംസ്ഥാന ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക്